എന്റെ പൊന്നുമോനെ, എടാ നിന്റെ കിടപ്പ് കണ്ടിട്ട് ചങ്ക് പൊടിയുന്നടാ. രാജകീയ പ്രൗഢിയോടെ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന നീയാ ഒരു പ്രിയദർശിനി വന്നൊന്ന് ക്രോസ് വെച്ചതേ 3 മാസമായി വെന്റിലേറ്ററിൽ. നീ മാത്രമല്ലടാ, ഈ കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഇതുപോലെ ഷെഡിൽ കയറിയത്. പക്ഷേ എന്നാലും പ്രകൃതിക്ക് പോലും നമ്മളോട് ഇത്രയും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കോട്ടപ്പുറത്തെന്നും പറഞ്ഞൊരു പേര് വിട്ട് അങ്ങോട്ട് അവനെ വിട്ടതാ. മഴയും വെയിലും കൂടെ വന്ന് അവൻ്റെ വള്ളിയും പുള്ളിയും നുള്ളിയേച്ച് ഇപ്പൊ അവൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും ഒരുപോലെ ആക്കി കട്ടപ്പുറത്ത്. സാരമില്ലടാ മോനെ, നമ്മുടെ ആ നല്ല കാലം നമുക്ക് തിരിച്ചു കിട്ടൂടാ. എടാ അഹങ്കാരം കാണിക്കരുത്. എൻ്റെ കാര്യം അങ്ങ് പോട്ടെ. ഈ ബസ്സേ നീ കണ്ടക്ടറായിട്ട് പോയതാണോ? ഇത് ഈ പരുവത്തി ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് കാണിക്കാൻ പറ്റുമോ? എന്റെ അണ്ണ, ഞാൻ ആ പഴയ ഓർമ്മയെല്ലാം കയറിയത് എന്ത് ഈ കാക്കിയൊക്കെ ഇട്ടോണ്ട്. എന്റെ മനസമാധാനത്തിന് ഞാൻ എടുത്തിടുന്നതാണ്. ആ കൊള്ളാം, പാറ്റി. ഇതെന്തോ നീ ടിക്കറ്റ് റാക്കൊക്കെ ആയിട്ട്? എന്റെ അണ്ണ, ഈ നാട്ടുകാർ പണിക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് അതിനെടുത്ത് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അണ്ണ, എനിക്ക് ഈ പൈസ ഇതിന്റെ ഇടയിൽ മടക്കി വെച്ചിട്ടുള്ള ശീലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും വെച്ചില്ല കൈ വിറയ്ക്കും. അടിച്ചാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. അല്ലണ്ണ, ചേച്ചിയും പിള്ളേരും ഒക്കെ എന്ത് ചെയ്യും? എടാ ഇത് ബസ്സിന്റെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവളെങ്ങാണ്ടൊക്കെ 4-5 അമ്പലത്തിൽ വഴിപാടൊക്കെ നേർന്നു, അതെല്ലാം കൂടെ കൊടുക്കാൻ പോയിക്കോ. നല്ലതാ. എങ്ങനെ പോയി? അവരും പ്രിയദർശിനിയല്ല പോയി. ആണക്കേടല്ലയോ? എടാ നമുക്കിട്ട് പണിഞ്ഞതല്ലയോ അവര്, അപ്പൊ നമ്മളോട് അവർക്കിട്ട് അങ്ങോട്ട് കൊടുക്കാം. അവിടെ എന്റെ അണ്ണ, ഇവനില്ലയോ കിളി രാജേഷ്, അവനിപ്പം സ്വർഗമാണ്. സ്വർഗം. അവനെന്തോടെ ഗൾഫിൽ പോയോ? അണ്ണൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവൻ ഇപ്പൊ KSRTC അവിടെ ജോലി കിട്ടിയോ? ജോലിയോ? അവനവിടെ ബിസിനസ് അല്ലയോ? മാല, വള, കമ്മല്, പൊട്ട്, കൺമശി എന്ന് വേണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ട സർവത്ര സാധനമുണ്ട്. അവന്റെ മെയിൻ ബിസിനസ് മൊത്തം പ്രിയദർശിനി ബസിന്റെ അകത്തിലാ. അവൻ അതിന്റെ ഇടയിൽ കിടന്നങ്ങ് വിരകുവാണ്. വരുമാനമൊക്കെ ഉണ്ടോടാ? വരുമാനം എന്തുവാണ്? കാശ് ഇന്ന് വരും നാളെ പോവും. ലൈഫ് അതൊന്നേ ഉള്ളൂ. നിന്റെ മുഖം ഒന്ന് കാണിച്ച്. ചാന്തും കുറിയൊന്നും ഇല്ലല്ലോ. എന്തോ ഇനാണ് ആരെ കാണിക്കാന്? എസ്സേൽ ഓടുന്ന സമയത്ത് 7 കുറി, ചാന്ത, സിന്ദൂരം, പിന്നെ നടുക്കൊരു ഡിസൈന്. അണ്ണാ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലമായിരുന്നു. നമ്മൾ ഈ ബസ്സിലോട്ട് കയറുമ്പോഴത്തേന് നമ്മൾ ഈ പൂന്തോട്ടത്തിന്റെ അതിലോട്ട് കള പറിക്കാൻ ഇറങ്ങുന്ന പോലെയല്ലോ ഇറങ്ങുന്നേ. മുല്ലപ്പൂവിന്റെ മണം, റോസാപ്പൂവിന്റെ മണം, മഴ, ബസ്സിലെ പാട്ട്, അതിന്റെ ഇടയ്ക്ക് അണ്ണന്റെ ഒരു സഡൻ ബ്രേക്ക്. അതൊക്കെ ആയിരുന്നു അണ്ണാ ലൈഫ്. അമ്മ പറഞ്ഞു കൊതിപ്പിക്കാതടാ. എനിക്കും ഉണ്ടായിരുന്നടാ ആ ഗിയർ ബോക്സിന്റെ മേളിൽ ഒരു മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റി കവിളിലോ. എടാ അവളിങ്ങോട്ട് വന്ന് അതേലോട്ട് ഇരിക്കും, എന്നെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ഇരിക്കും. എന്റെ കുഞ്ഞെ, പിന്നെ വണ്ടി അങ്ങ് പറക്കുമല്ലയോടാ. കൊടും വളവൊക്കെ ഉണ്ടല്ലോ, ഞാൻ തേണ്ടി തള്ളവരല്ലേനാ വളച്ചിങ്ങോട്ട് എടുക്കുന്നത്. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സ് നുള്ളി. എന്റെ അണ്ണ, ഇങ്ങനെ പോയാൽ നമ്മൾ എന്തോ നമുക്ക് കോടതിയെ സമീപിച്ചാലോ? അയ്യോ, കോടതി അങ്ങ് സമീപിച്ചാ മതി. നിന്റെയൊക്കെ തോതി മാസം കൊണ്ട് മാസത്തിൽ 25 ദിവസം ഞാൻ അവിടെ തന്നെ പോയി നിൽക്കുമല്ലായിരുന്നോ? എറിഞ്ഞവന് താഴെ ഇടാം. എന്റെ അണ്ണ, അത് ആക്രിക്കാരൻ. ആക്രിക്കാരനല്ലടാ, അപ്പുറത്തെ രാജുവാ. ഈ വണ്ടി കയറ്റിയിട്ട് അന്ന് മുതൽ അവൻ ആ ഇറമ്പിക്ക് വന്ന് എന്നെ കളിയാക്കുക. നമ്മുടെ നാട്ടിൽ ബുദ്ധിയുള്ള ആരും ഇല്ലയോ അണ്ണ ഇതിനൊരു പോം വഴി കണ്ടുപിടിക്കാൻ? നിന്റെ വല്ലതും ഉണ്ടെങ്കിൽ നീ പറഞ്ഞോട്. എന്റെ എവിടുന്ന ഐഡിയ? അണ്ണന്റെ ബുദ്ധി വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ പണിക്ക് വെക്കത്തില്ലല്ലോ. തോണ്ടേ, അണ്ണന്റെ കൂട്ടുകാരൻ വരുന്നു. KSRTC ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുവാ. എടാ മുരളിയേ, എടാ ഇവന്റെ മോന്ത കണ്ട വിചാരിക്കും ഞാനും എന്റെ പെണ്ണും പിള്ളും കൂടെ വീട്ടിൽ അടുക്കള ഇരുന്നിട്ട് ഉണ്ടാക്കിയെടുത്ത നിയമമാണ് ഈ ഫ്രീ സൗജന്യ യാത്രയെന്ന്. ഇവിടെ സർക്കാർ ഉണ്ടെങ്കിൽ ഞാനെന്താ വേണം? ഇതെന്തുവാടാ പുതിയ ആഡംബരമൊക്കെ? ഇവൻ പണ്ട് KSRTC ജോലി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? കാക്കി നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, 50 പൈസയുടെ, അത് ചുരുട്ടി വെച്ച പോലെ ഒരു ചുളുങ്ങിയ ഷർട്ട്, ഒരു കീറിയ പാൻറ്, ഇവന്റെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു, ഒരു വള്ളിച്ചെരുപ്പ്. അതിന്റെ വാറും ഇവന്റെ കാലും തമ്മിൽ വാറായിരുന്നു യുദ്ധം. തമ്മിലെടുക്കത്തില്ല, ഇങ്ങനെ ആർച്ച് പോലെ നിൽക്കുക. നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നിന്ന് ആടുമായിരുന്നു. ഇപ്പൊ അവന് പ്രിയദർശിനിയെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവന് ഷൂ. എന്തിനാ? മുരളിയെ ഷൂ ആക്കാൻ. അതൊന്നും അല്ലടാ, പ്രിയദർശനിയുടെ ജോലിയൊക്കെ ഈസന്റ് അടക്കുന്ന പോവണ്ടായോ? ജോലി സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാ. ജിമ്മിലൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ഇപ്പം യവൻ പോകുന്ന ജിമ്മ് ചമ്മത്തേ ഉള്ളൂ.
സൂപ്പർ ഫാസ്റ്റ് ബസ്സേലേ ഇവൻ 100-110 എന്ന് പോകുമ്പോഴത്തേണ്ട് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. കാണുന്നവർ വിചാരിക്കും അവന്റെ നിയന്ത്രണത്തിൽ ഈ ബസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ചുമ്മാതാ അവിടുന്നുള്ള കാറ്റടിച്ചിട്ട് പറന്നു പോകാതിരിക്കുന്നു. ഇവന് ഇതേ മുറുക്ക പിടിച്ചോണ്ടിരിക്കുന്നതാ. അവൻ അതിന് നീ ജിമ്മിൽ പോകുന്നത് നല്ലതായിരിക്കൂടാ. എടാ ഇത് അസൂയ, ഇത് മുടിഞ്ഞ അസൂയ. നിനക്കറിയാവോ, കിളിമാനൂരിൽ നിന്ന് ഒരു കിളി പോലൊരു പെണ്ണെന്റെ രാവിലെ എന്റെ ബസ്സിലോട്ട് നിന്ന് കയറും. നീ എന്തൊക്കെ വന്നിക്കുക പാറിക്കണം അവിടെ. ആരോടാ? നിനക്കറിയാത്തോടെ അവനോട് ചോദിച്ചോട്, അവൻ പറഞ്ഞു. അവൻ അതേലെ എന്നവാ. കിളിമാനൂന്ന് കിളി പോലൊരു പെണ്ണ് കുളിച്ചൊരുങ്ങി മന്ദം 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 നടന്ന് എന്റെ ബസ്സിലോട്ട് നിന്ന് കയറും. എന്നിട്ട് എന്റെ ഇടത്ത് സൈഡിൽ വന്നൊരു ഇരിപ്പാ. ഞാനിത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എടാ സർവ്വതും അങ്ങ് മറക്കും. എന്തിന് ഡിപ്പോയി ബസ് പോലും കയറ്റിയിടാൻ അങ്ങ് മറന്നു പോകും. ആകെ അങ്ങ് ദ്രവിച്ചല്ലോടാ. ഒത്തിരി ടാർപ്പെങ്കിലും മാറ്റാൻ മേളിലിട്, അല്ലെങ്കിൽ ബാക്കിയോടെ അങ്ങ് ദ്രവിച്ചു പോകും. എന്റെ വണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ വണ്ടിയുടെ കാര്യം നോക്കിയാൽ മതി. അതെന്റെ ചോറാ കിടക്കുന്നത്. ആ ചോറാണോ? ഇപ്പം ഈ വീട്ടിൽ ഊണെന്ന് പറഞ്ഞ ബോർഡ് കാണുമല്ലോ എല്ലായിടത്തും, അതിന് വരുന്ന ഞാൻ തുടങ്ങി ബസ്സയിൽ ഊണ്. എടാ ഇവിടെ കണ്ട് ഒരു ലിവർ കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഇവന്റെ മണ്ടയടിച്ച് ഞാൻ പൊളിക്കും. ഇവിടെ കിടന്ന ലിവർ എന്തി? അതാണ് കാശിന് ഇച്ചിരി ടൈറ്റ് വന്നപ്പോ ഞാൻ ആ ലിവറും ജാക്കിയും കൂടെ ആക്രിക്കൊന്ന് മറിച്ചായിരുന്നു. എടാ എനിക്കറിയാൻ വേണ്ടി മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കോന്ന്. അതിന്റെ റിവേഴ്സ് ഗിയർ എങ്കിലും ഉണ്ടോടാ? ഇങ്ങനെ കുറെ സ്റ്റാഫിനെ ഞാൻ വെച്ചു. ഒന്നാമതേ മനുഷ്യന്റെ ചങ്ങല പൊട്ടി നിൽക്കുക ഇവിടെ. അടങ്ങിയിട വഴക്കുണ്ടാക്കാതെ. എടാ ഞങ്ങളെ പോലെ ഈ സ്ത്രീകളെ ആശ്രയിക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ നോക്ക്. എന്റെ ഒരു ഐഡിയ ഉണ്ട്, വഴക്ക് പറയത്തില്ല, ഞാൻ പറയാം. നീ അങ്ങ് പറ. അണ്ണാ അതിലൊരു 10-25 എണ്ണം വേണം, നമുക്കത് മേടിച്ച് ബസ്സേ കെട്ടിയാൽ. 50 എണ്ണം വേണേലും മേടിച്ച് കെട്ടാവിടെ. നീ കാര്യം പറ. അണ്ണാ സ്ത്രീ ആകർഷണ വശീകരണ യന്ത്രം. അതേൽ ഒരെണ്ണം കെട്ടിയാ പോരാടാ. അണ്ണാ അത് എന്റെ അരയെ കെട്ടാൻ. ബസിന്റെ അരയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അത് കെട്ടി വരണ്ടായോ? ഓ അണ്ണാ എന്നെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അത് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു. നീ തിരുവനന്തപുരത്ത് പോകണം. സെക്രട്ടറി ആക്കാനായിരിക്കും. അവിടെ സമരത്തിന്റെ കൂടെ ഒരു ശയന പ്രദക്ഷിണമുണ്ട്. നീ ആകുമ്പോ കിടന്ന് ഉരുളാൻ എടുക്കനല്ലയോ? നിന്റെ തലയൊന്ന് മുട്ടയടിച്ചിട്ട് നീയും പോയി കിടന്ന് ഉരുള. എടോ ഇയാൾ കുറെ നേരം കൊണ്ട് തുടങ്ങിയ തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലയോ ഇത്? അങ്ങേർക്ക് ഒരു താഴ്ച വന്നു കഴിഞ്ഞപ്പോ താൻ ഈ വർത്താനം പറയാ ഇവിടെ നിന്നുണ്ട്. അയ്യോ അതെന്തുവോ? എടാ മുരളി, എടാ ഞാൻ നിന്നെ വെറുതെ കലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാടാ. ഇവിടെ ഒറ്റ വണ്ടിയും കൊണ്ട് കുടുംബം പുലർത്തുന്നവന്റെ ഒന്നും ബുദ്ധിമുട്ട് നിനക്കൊന്നും അറിയത്തില്ല. നീ അങ്ങ് വിടറാ. ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ പോസിറ്റീവായിരിക്കണം എപ്പോഴും. ഈ ദിവസവും കടന്നു പോകും.